ഔദ്യോഗിക അനുമതിയോടെയാണ് മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ചതെന്ന് തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യം സർവീസ് ട്രസ്റ്റ് ജസ്റ്റിൻസ് ഹോം, മണിപ്പൂരിലെ ശിശുക്ഷേമ സമിതി, ജില്ലാ പോലീസ് മേധാവി, കുക്കി അസോസിയേഷൻ എന്നിവയുടെ അനുമതിയോടെയാണ് കുട്ടികളെ എത്തിച്ചതെന്നാണ് വിശദീകരണം. കുട്ടികളെ അനുമതിയില്ലാതെയാണ് എത്തിച്ചതെന്നായിരുന്നു CWCയുടെ കണ്ടെത്തൽ. തിരുവല്ല സത്യം സർവീസ് ട്രസ്റ്റ് ജസ്റ്റിൻസ് ഹോമിലെ മണിപ്പൂർ സ്വദേശികളായ 19 ആൺകുട്ടികളെയും 9 പെൺകുട്ടികളെയും CWC ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജസ്റ്റിൻസ് ഹോമിലെ ഭക്ഷണം, താമസ സൗകര്യം എന്നിവ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു CWCയുടെ ഇടപെടൽ. മണിപ്പൂരിൽ നിന്നും നിയമപരമായല്ല കുട്ടികളെ തിരുവല്ലയിലേക്ക് എത്തിച്ചതെന്നും CWC വ്യക്തമാക്കിയിരുന്നു. അതേസമയം മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിൽ സത്യം സർവീസ് ട്രസ്റ്റ് 1 വർഷമായി നടത്തിവരുന്ന റിലീഫ് വർക്കിന്റെ ഭാഗമായാണ് 50 കുട്ടികളെ തിരുവല്ലയിൽ എത്തിച്ച് താമസിപ്പിച്ച് പഠനം നടത്തി വന്നിരുന്നതെന്ന് സത്യം സർവീസ് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ CV വടവന വ്യക്തമാക്കി. മണിപ്പൂരിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ മണിപ്പൂരിലെ ശിശുക്ഷേമ സമിതി, ജില്ലാ പോലീസ് മേധാവി, കുക്കി അസോസിയേഷൻ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരുന്നതായും ഡോക്ടർ CV വടവന പറഞ്ഞു. ഞാൻ നേരിട്ട് 2-3 വട്ടം പോയി കാര്യങ്ങൾ കണ്ടപ്പോൾ അവർ വളരെ കരഞ്ഞപേക്ഷിച്ച് കുഞ്ഞുങ്ങളെ എങ്ങനെയും പഠിപ്പിക്കണം, നിവൃത്തിയില്ല. അപ്പോൾ അതിന് ഞാൻ നേരിട്ട് പോയി അവിടുത്തെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള അനുമതി മേടിച്ച്, അവിടുത്തെ CWCയുടെ അനുമതി, അവിടുത്തെ പോലീസ് ഓഫീസറെ കണ്ട് SP-യുടെ അനുമതി, അവരുടെ കുക്കി അസോസിയേഷൻ്റെ അനുമതിയൊക്കെ മേടിച്ചാണ് ഞങ്ങൾ അവരുടെ ദയനീയ സ്ഥിതി. കുട്ടികളെ എത്തിക്കുന്നതിന് മുമ്പായി പത്തനംതിട്ട ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, DYSP തുടങ്ങിയവരെ രേഖാമൂലം അറിയിച്ചിരുന്നു. ജില്ലാ കളക്ടറെ, SP-യെ, DYSP അവരെല്ലാം രേഖാമൂലം അറിയിച്ച് അവരെല്ലാം വന്ന് ഇൻസ്പെക്ഷൻ നടത്തി. സ്ഥാപനം ഇതിനു വേണ്ടി ഇൻ്റലിജൻസിൽ നിന്ന് വന്നു. അങ്ങനെ എല്ലാം അന്വേഷണം നടത്തി അതെല്ലാം കൺഫൈൻ ചെയ്ത് കഴിഞ്ഞാണ് ഞങ്ങൾ വരുത്തിയത്, കുട്ടികളെ കൊണ്ടുവന്നത്. ജൂൺ 24-ാം തീയതി പത്തനംതിട്ട ശിശുക്ഷേമ സമിതി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സംഘം ജസ്റ്റിൻസ് ഹോം സന്ദർശിച്ചിരുന്നതായും ശിശുക്ഷേമ സമിതിയുടെ കത്തിന് യഥാസമയം ഓഫീസിലെത്തി മറുപടി നൽകുകയും ചെയ്തതായി സത്യം സർവീസ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ CWC ഇടപെട്ട് 19 ആൺകുട്ടികളെ കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹോമിലേക്കും 9 പെൺകുട്ടികളെ തിരുവല്ല നിക്കോൾസൺ ഗേൾസ് സ്കൂൾ ഹോസ്റ്റലിലേക്കും മാറ്റിപ്പാർപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.